കേരളത്തിൽ യു.ഡി.എഫിന് അനുകൂലമായ രാഷ്ട്രീയ പ്രവണത ശക്തമാകുന്നുവെന്നും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിവിധ സർവേകൾ പ്രകാരം അടുത്ത സർക്കാർ യു.ഡി.എഫ് നയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. എൽ.ഡി.എഫ് ചില മണ്ഡലങ്ങളിൽ നടത്തിയതായി ആരോപിക്കുന്ന ഡീലുകൾ ഇപ്പോൾ രാഷ്ട്രീയ ചർച്ചയായിരിക്കുകയാണെന്നും അതിന്റെ പ്രതിഫലം മണ്ഡലങ്ങളിൽ പ്രകടമാണെന്നും കുഞ്ഞാലിക്കുട്ടി ആരോപിച്ചു. കാസർഗോഡ് ലീഗ് വനിതാ നേതാവിന്റെ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇതുവരെ ഒരു വീട് പോലും പൂർത്തിയാക്കിയിട്ടില്ലെന്നും അതേസമയം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് യുക്തിയില്ലാത്തതാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതേസമയം വെൽഫെയർ പാർട്ടി യു.ഡി.എഫിനെ പിന്തുണയ്ക്കുന്നതുമായി വ്യക്തമാക്കിയത് അവരുടെ രാഷ്ട്രീയ നിലപാടാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കൂടാതെ എസ്.ഡി.പി.ഐ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതായി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രെൻഡ് വളരെയധികം യു.ഡി.എഫിന് അനുകൂലമാണ്. അപ്പോൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം റീസെൻ്റായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ മതി. റീസെൻ്റായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റും ജില്ലാ തെരഞ്ഞെടുപ്പിലുള്ള ഓരോരോ പെർഫോമൻസും ഒക്കെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് എപ്പോഴും ലീഡ് കിട്ടാറുണ്ട് എന്ന് പറയാം. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തവണ ഇപ്പോൾ കൊല്ലത്തൊക്കെ ഉണ്ടായ മാറ്റം കണ്ടില്ലേ, അതൊക്കെ തെളിവാണ്. കൊല്ലത്ത് എല്ലാ കോർപ്പറേഷനും മറിഞ്ഞില്ലേ, അതൊക്കെ അപൂർവ സംഭവങ്ങളാണല്ലോ, സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ആ നിലയിലുള്ള ഒരു വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. എല്ലാ കോർപ്പറേഷനിലും സിറ്റി കോർപ്പറേഷനുകളിലും ഒരേപോലെ ഒരു മാറ്റം സംഭവിച്ച ഏതെങ്കിലും ഒരു ഇലക്ഷൻ ഉണ്ടോ? കഴിഞ്ഞ ഇലക്ഷനല്ലാതെ എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയില്ലേ. കൊല്ലം അതുപോലെ തന്നെ പിന്നെ ബാക്കിയെല്ലാം എന്താ പറയുക, കോഴിക്കോട് കഷ്ടിച്ച് അവർ രക്ഷപ്പെട്ടതാണ്. അതാണ് ട്രെൻഡ്. ആ ട്രെൻഡിനെ മറികടക്കാൻ എന്ത് ചെയ്താലും ഇടതുപക്ഷത്തിന് കഴിയില്ല. കാരണം അത് അവരുടെ ഭരണത്തിനോടുള്ള വിരക്തിയാണ്. അതുകൊണ്ട് യു.ഡി.എഫ് അനുകൂല വികാരമാണ്. അതെല്ലാം നിങ്ങൾ എത്ര ആര് പറഞ്ഞാലും പറഞ്ഞു ഫലിപ്പിക്കാൻ ഇനി കഴിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരിക്കലും ആരും കരുതാത്ത കേരളത്തിലെ വലിയ കോർപ്പറേഷനുകളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. വേഴ്സറ്റൈൽ എന്ത് രസമുള്ള വാക്കാണല്ലേ. ഒരുപക്ഷെ ഓരോ ആക്ടറും കേൾക്കാൻ കൊതിക്കുന്ന വിശേഷം. ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക? ഇത് ഡിഫറെൻ്റ് ആയിരിക്കണം, എനിക്ക് മാത്രം ചേരുന്ന ഒന്നാവണം, എന്തെങ്കിലുമൊക്കെ പുതുമ വേണം, ആളുകൾക്ക് ഇഷ്ടമാവണം, ലോകം പറയണം വാവ് versatile, something never seen before. നിങ്ങളും അത് തന്നെയല്ലേ ആഗ്രഹിക്കുക? സ്പെഷ്യൽ മൊമെന്റ്സിന് വേണ്ടി ജ്വല്ലറി തിരഞ്ഞെടുക്കുമ്പോൾ നെവർ സീൻ ബിഫോർ ഡിസൈൻസ്, നിങ്ങളുടെ സ്നേഹത്തോളം പ്യോർ ആൻഡ് പ്രഷ്യസ്, ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും വേഴ്സറ്റൈൽ. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, the versatile jewelry.